അതെ ഡോ, ചായ ടൈമാണ്. ആ ചക്കേ, ഞാൻ കൊണ്ടുതരാം. ആ, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. ബ്രേക്കിംഗ് ന്യൂസോ? ഇതെന്താണ്? ഇത് മറ്റാ ട്രെയിനല്ലേ ഗൈസ്? ആ തോമസ് തോമസ് എന്ന അതിഭീകരമായ ഭയാനകമായ ഒരു ട്രെയിൻ രാത്രി കൃത്യം 3 മണിയോടുകൂടി ഈ സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതായി അറിയിക്കുന്നു. അതിനെന്താ ഇപ്പോ? തോമസ് അല്ലേ, അവനൊരു പാവല്ലേ? ഇത് വളരെ അപകടകരമായ ഒരു പ്രേത ട്രെയിനാണെന്ന് നാട്ടുകാർ പറയുന്നു. അപകടമായ ട്രെയിനോ? ഈവനോ? എന്നാൽ അത് നോക്കണമല്ലോ. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും ആരും പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശിക്കുന്നു. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പം എന്തായാലും പോയിട്ട് തന്നെ കാര്യം. ഷിൻചാനെ, ഡോറിമോനെ. അതെ, ഷിൻചാനെ, ഡോറിമോനെ. എന്താണ്? അതെ, നമ്മളെ സിറ്റിയിൽ രാത്രി 3 മണിയോട് കൂടി ഒരു പ്രേത ട്രെയിൻ വരുന്നുണ്ട്. വീണ്ടും? അതെ, അന്ന് ചൂച്ചു ചാസാണെങ്കിൽ ഇന്ന് തോമസ് എന്ന ട്രെയിനാണ്. ഓ, തോമസ്. അതെനിക്കറിയാം. അവനൊരു പാവം ട്രെയിൻ നിങ്ങൾ പറയണ്ട, കാരണം അവനൊരു പ്രേത ട്രെയിനാണ്. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ അവനെ നോക്കാൻ പോവാണ്. ഓക്കെ? ഓക്കെ ചക്കേ. എന്നാൽ നിങ്ങൾ കുരുത്തക്കടൊന്നും കളിക്കരുത്. നമുക്ക് നേരെ നോക്കിയിട്ട് അവനൊരു പ്രേതാണെങ്കിൽ നമുക്ക് ഡിഫീറ്റ് ചെയ്ത് വരാം. ഓക്കെ? ഓക്കെ ചക്കങ്ങളെ. വാ, നമുക്ക് എന്തായാലും ഇപ്പം തന്നെ റെഡി ആവണം. വാ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സിറ്റിയിൽ ഒരു പ്രേത ട്രെയിൻ 3 മണിയോട് കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനും ഷിൻചാനും ഡോറിമോനും കൂടി ആ പ്രേത ട്രെയിനിനെ ഡിഫീറ്റ് ചെയ്യാൻ പോയതാണ്. ഓക്കെ, അപ്പോൾ തോമസ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് വരുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് അതിനെ ഡിഫീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിഫീറ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചാൽ നടക്കൂല ഗൈസ്, കാരണം അത് പ്രേതാണ്. ഓക്കെ, മനുഷ്യനല്ല, പ്രേതമാണ്. പ്രേതത്തിനെ തുരത്തണമെങ്കിൽ എന്ത് വേണം? മന്ത്രം വേണം. അപ്പം മന്ത്രത്തിനായി ഞാൻ മന്ത്രവാദിനെ കാണാൻ പോവുകയാണ്. ഷിൻചാൻ, ഡോറിമോൻ, എന്തായാലും കയറിക്കോ, നമുക്ക് മന്ത്രവാദിനെ പോയി കാണാലോ. സോ ഗൈസ്, ഞാനപ്പോൾ നമ്മളുടെ സിറ്റീൻ്റെ തൊട്ടടുത്തുള്ള ഒരു കാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കാട്ടിലേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മളുടെ മന്ത്രവാദി മുയൽ താമസിക്കുന്നത് കാട്ടിലാണ്. ഓക്കെ, അപ്പോൾ മന്ത്രവാദി മുയൽ എന്ന് പറയുമ്പോൾ ചെറിയ മന്ത്രവാദി ഒന്നുമല്ല. അപ്പോൾ ആ മുയലിനോടാണ് ഞാൻ ഈ പ്രേത ട്രെയിനിനെ പൊരുതാനുള്ള മരുന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയോ ആണ് നമ്മളുടെ ആ മന്ത്രവാദി മുയൽ താമസിക്കുന്നത്. ഓക്കെ, മന്ത്രവാദി മുയലേ, മന്ത്രവാദി മുയലേ. ഓ, മന്ത്രവാദി മുയലേ. എന്താണ്? ആരാണ്? അതെ, ഞാൻ ഈ സിറ്റിയിലെ ജാക്കാണ്. ഓ, എന്താണ് വേണ്ടത്? അതെ, പിന്നുണ്ടല്ലോ, നമ്മളുടെ ഈ സിറ്റിയിൽ ഒരു പ്രേത ട്രെയിൻ രാത്രി 3 മണിയാകുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ന്യൂസിൽ കണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 3 പേരും കൂടി ആ പ്രേത ട്രെയിനിനെ തുരത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഓ, നല്ല കാര്യം. അതെ, അത് പ്രേതമായോണ്ട് നമുക്ക് അങ്ങനെ അത് പറ്റില്ലല്ലോ. അതെ, അത് നിങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് മന്ത്രവാദി മുയൽ ഒരു മരുന്ന് തരണം. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാ പിടിച്ചോ. താങ്ക് യു മന്ത്രവാദി മുയലെ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ മരുന്ന് നിന്റെ കയ്യിലുള്ള വെപ്പൺസിലേക്ക് ഒഴിക്കണം. അത് കഴിഞ്ഞാൽ ആ വെപ്പണ് പ്രേതത്തിനെ കൊല്ലുന്ന ഒരു വെപ്പണായി മാറും. പക്ഷേ ഇത് ഒഴിക്കുന്നതിന് മുമ്പ് ഇപ്പൊ കാണുന്ന വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓഹോ, അങ്ങനെയാണല്ലേ. സോ ഗൈസ്, അപ്പം എന്താ നിങ്ങൾ സബ്സ്ക്രൈബിലേക്ക് ചെയ്യട്ടോ. അപ്പൊ ഷിൻചാൻ, ഡോറിമാൻ, വാ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ രാത്രി 3 മണിയാവണം ഇവിടെ പ്രേത ട്രെയിൻ വരണമെങ്കിൽ. അപ്പോൾ സമയം രാത്രി 2:30 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2:30 ട്രെയിനാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ ഒരു ക്രീപ്പി ആൻഡ് സ്പൂക്കി ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഷിൻചാനെ, ഡോറിമോനെ, നിങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ? പേടിയാവുന്നു ചേക്കാങ്കളെ. പേടിക്കണ്ടടാ, ഞാനില്ലേ ഇവിടെ. അതാണ് എനിക്ക് ഏറ്റവും പേടി. നല്ലോണം വേണ്ട കേട്ടോ. സോറി ചേക്കങ്കളെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ സമയം 2:40 ആയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റാണ് ഈ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടത്. ഓക്കെ, ഇനി 20 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നത് ഒരു പ്രേത ട്രെയിൻ ആയിരിക്കും ഗൈസ്. ഓക്കെ, അയ്യോ, എനിക്കിപ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെയൊന്നും ഒരു മനുഷ്യനില്ല ഗൈസ്. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെ ഇത്ര സമയം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഗൈസ് ഇപ്പോൾ വരിക? അയ്യോ, അയാൾ അവിടെ നിന്നൊക്കെയോ കളിക്കുന്നുണ്ട്. ആരായിരിക്കും ഗൈസ് ഇത്? ഹലോ അങ്കിളെ, ഹലോ അങ്കിളെ. ഷടാ, ഇയാൾ മിണ്ടുന്നില്ലല്ലോ ഗൈസ്. എന്തെങ്കിലും ആട്ടെ. ഇയാളല്ലേ അവിടെ ഉണ്ടായിരുന്നത്? ഇയാളെങ്ങനെയാ ഇവിടത്തേക്ക് എത്തിയത്? ഷടാ, അയ്യോ. ഇപ്പൊ സമയം 2:50 ഓക്കെ, 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഇവിടെ തോമസ് എന്ന പ്രേതത്തിന്റെ ട്രെയിന് വരാൻ പോവുകയാണ്. ഓക്കെ,
ഓക്കെ ഗൈസ്, ഇപ്പോ ഇവിടെ ഒന്നും എന്താണ് ഗൈസ് അവിടെ? ഓ ഇതെന്താണ് ഗൈസ്? നേരത്തെ അവിടെ ഉണ്ടായ അയാളല്ലേ ഗൈസ് ഇവിടെയുള്ള ഇയാള്? ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. എന്നാൽ അയ്യോ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ സമയം 2:55 ഓക്കെ. അപ്പോൾ ഇനി വെറും 5 മിനിറ്റോട് കൂടി നമ്മളുടെ പ്രേത ട്രെയിനായ തോമസ് ഇങ്ങോട്ടേക്ക് വരും ഗൈസ്. ഓക്കെ. അയ്യോ അയ്യോ ഇതെന്താണ്? ഹലോ ഷിൻചാനെ, ഡോറിമോനെ. ഷിൻചാൻ പോയോ? അയ്യോ ഡോറിമോനും പോയി. അയ്യോ ഇതെന്താണ് ഗൈസ്? ഇപ്പൊ സമയം 2:59 ഗൈസ്. ട്രെയിന് വരാറായി. ഷടാ, ഇതാ ട്രെയിനിന്റെ ശബ്ദമല്ലേ ഗൈസ്? ഇതാ തോമസിന്റെ പാട്ടല്ലേ? തോമസ് വന്ന്. അയ്യോ തോമസ് വന്ന് ഗൈസ്. രക്ഷപ്പെട്ടോ. അയ്യോ പ്രേത ട്രെയിന് വന്ന് ഗൈസ്. അയ്യോ ഗൈസ്, തോമസ് അടുത്തേക്ക് വന്ന് ഗൈസ്. അയ്യോ മന്ത്രവാദി തന്ന ആ മരുന്നെടുത്ത് നമ്മളെ ഗണ്ണിൽ ഒഴിക്കാം ഗൈസ്. ഞാൻ എന്താ എന്റെ മിസൈൽ ഒഴിച്ചിട്ടുണ്ട്. തോമസേ നീ അനങ്ങരുത്, അവിടെ നിന്നാ മതി. അയ്യോ രക്ഷിക്കണേ, തോമസ് എന്നെ പിടിക്കാൻ വരുന്നേ. എന്താടാ ഓടുന്നേ? അയ്യോ രക്ഷിക്കണേ. ഇനിങ്ങനെ ഓടിയിട്ട് കാര്യമില്ല ഗൈസ്. നിൽക്കടാ അവിടെ. എന്താ എന്റെ കയ്യിലുള്ളത്? പ്രേതത്തിനെ തുരത്തുന്ന ഗണ്ണാണ്. ഞാൻ എന്താ ഇത് വെക്കുവേ. അയ്യോ യെസ് ഗൈസ്. തോമസ് പോയി ഗൈസ്. എന്തൊരു ട്രെയിനാണ് ഗൈസ് അത്. ഞാൻ എന്തായാലും അവനെ ഡിഫീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അണ്ണാ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാലോ. ഓക്കെ, അങ്ങനെ വീടെത്തി. ഇപ്പോഴാണ് സമാധാനായത്. ബ്രേക്കിംഗ് ന്യൂസ്. തോമസ് എന്ന അതിഭീകരമായ ട്രെയിനിനെ ജാക്ക് എന്ന വ്യക്തി തോൽപ്പിച്ചതായി അറിയിക്കുന്നു. ഞാൻ ന്യൂസിൽ വന്നല്ലോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഹൊറർ ആയിട്ടുള്ള വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതേപോലെ ഹൊറർ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് കൂടി ചെയ്തേക്കുക, എസ് ഓർ നോ എന്ന്. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.